നമസ്കാരം. പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളും കോർത്തിണക്കി ADV ന്യൂസ് അവതരിപ്പിക്കുന്ന വീക്കെൻഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജീപ്പ് ഡ്രൈവർമാർ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. മാധ്യമപ്രവർത്തകരുടെ വിലയറിയാത്ത ജീപ്പ് ഡ്രൈവർമാരുടെ പ്രകടനങ്ങളൊന്ന് കണ്ടുനോക്കൂ. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അഞ്ചലിൽ നിയമവിരുദ്ധമായി സമാന്തര സർവീസ് നടത്തുന്ന ജീപ്പുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ചിത്രീകരിക്കാനെത്തിയ ലൈവ് വാർത്താ റിപ്പോർട്ടർ പ്രതീഷ് കുമാറിനെയാണ് ജീപ്പ് ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തത്. ജീപ്പ് സർവീസ് നടത്തുന്നതിനെതിരെ വാർത്ത നൽകിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് കൂടുതൽ മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തി സംഘർഷം ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴും ചില ജീപ്പ് ഡ്രൈവർമാർ തടയാൻ ശ്രമിച്ചു. തുടർന്ന് അഞ്ചൽ സബ് ഇൻസ്പെക്ടർ CK മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി സ്ഥിതി ശാന്തമാക്കി. മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ അഞ്ചൽ പ്രസ് ക്ലബ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തി. മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റതിനെ തുടർന്ന് RTO നേരിട്ട് രംഗത്തെത്തി നടപടികൾ ആരംഭിച്ചു. മാധ്യമപ്രവർത്തനം എന്തെന്ന് ചിലർക്കൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും. അഞ്ചലിൽ വെള്ളിയാഴ്ച രാവിലെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. സെന്റ് ജോൺ സ്കൂളിന് മുന്നിലായിട്ടായിരുന്നു രാവിലെ പരിശോധന ശക്തമാക്കിയത്. ജോയിന്റ് RTO R രാജീവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിച്ച 40 പേർക്കെതിരെയും 18 വയസ്സിനു താഴെ പ്രായമുള്ള 10 പേർക്കെതിരെയും 8 സമാന്തര സർവീസുകൾക്കെതിരെയും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. 6 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മനോജ്, സജി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫിറോസ്, അബ്ദുൽ സലീം, അനീഷ് തുടങ്ങിയവരാണ് അഞ്ചലിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. ചണ്ണപ്പേട്ട, കുളത്തൂപ്പുഴ, ഏഴംകുളം, പുനലൂർ എന്നിവിടങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കർശനമായ മോട്ടോർ വാഹന വകുപ്പിന്റെ തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും നിർദ്ദേശാനുസരണം ഇന്ന് രാവിലെ 6 മണി തൊട്ട് അഞ്ചൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രൈവറ്റ് വാഹനങ്ങൾ സർവീസ് നടത്തുന്നു, സമാന്തര സർവീസ് നടത്തുന്നു എന്നുള്ള വിവരത്തിൻ്റെയും ഹെൽമറ്റ് ഇടാതെ ആളുകൾ യാത്ര ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയായ ചെക്കിങ്ങാണ്. തുടർന്ന് അഞ്ചൽ സെൻറ്റ് ജോൺ സ്കൂളിൻ്റെ മുമ്പിലും പ്രൈവറ്റ് വാഹനങ്ങളിൽ കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുവരുന്നതായ പരാതി ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെക്കിങ് നടത്തിയത്. 6 വാഹനങ്ങളോളം അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുക്കുകയും എന്നിട്ട് 35-40 വാഹനങ്ങൾക്കെതിരെ ഹെൽമറ്റ് ധരിക്കാതെ വന്ന 35-40 സ്കൂട്ടർ യാത്രക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ കർശനമായ ചെക്കിങ്, സമാന്തര സർവീസിനെതിരെ കർശനമായ ചെക്കിങ് അഞ്ചൽ പ്രദേശത്തുണ്ടായിരിക്കുന്നതാണ്. തുടർ നടപടികൾ ഈ വാഹനങ്ങളുടെ പെർമിറ്റ്, ഈ വാഹനങ്ങളുടെ RC ബുക്ക് ബഹുമാനപ്പെട്ട ജോയിന്റ് RTOയ്ക്ക് ഇന്ന് തന്നെ സമർപ്പിക്കുന്നതാണ്. ചെക്ക് റിപ്പോർട്ട് അദ്ദേഹം ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതിന് പെർമിറ്റ് എടുപ്പിക്കും. ഇതിനുശേഷം മാത്രമേ സർവീസിലേക്ക് തുടർന്നുള്ളൂ. ഇപ്പം പിടിച്ച വണ്ടി അതിന് കേസെടുത്തിട്ടുണ്ട്. തലചായ്ക്കാൻ ഇടമില്ലാത്ത രാജമ്മയുടെ വാർത്ത ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് ചിലർ ഇടപെട്ട് രാജമ്മയ്ക്ക് വീട് വെച്ച് നൽകി. മെയ് 19-ാം തീയതിയാണ് തോരാതെ പെയ്ത മഴയിൽ വീട് നഷ്ടമായ രാജമ്മയുടെ അവസ്ഥ ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് CPIMന്റെ നേതൃത്വത്തിൽ രാജമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു.
വീടിടിഞ്ഞു വീണപ്പോൾ കരഞ്ഞുവെങ്കിലും ഇന്ന് ചിരിച്ച മുഖത്തോടെ സംസാരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ മുത്തശ്ശി ക്യാമറയ്ക്ക് മുന്നിൽ വിതുമ്പുന്നുണ്ടായിരുന്നു. തനിക്ക് തലചായ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് രാജമ്മ പറഞ്ഞു. എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും കയറി കിടക്കാതെ ഇല്ലാത്തതിൻ്റെ പേര് കിട്ടിയോണ്ടും എല്ലാവരും നന്ദി പറയുന്നു. പുതിയ വീട് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഇപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല, ആരും വന്നിട്ടൊന്നുമില്ല, മക്കളാരും വന്നിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു തൃപ്തി പോലെ തോന്നുന്നു. വിശപ്പുമില്ല, ദാഹവുമില്ല, മറ്റത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. സന്തോഷം തന്നെ. എനിക്കിത് കിട്ടുമെന്നുള്ള യാതൊരു തോന്നലും എനിക്കില്ലായിരുന്നു. എല്ലാവരും കൂടെ സഹായിച്ചപ്പോഴത്തേനും എനിക്ക് സന്തോഷമായിരിക്കുക. ഓ, ഇടിഞ്ഞു വീണ സമയത്ത് ഞാൻ മുറ്റത്തില്ലായിരുന്നു തോന്നുന്നേ. നാട്ടുകാരോട് നന്ദി പറയണം. അല്ലാതെ എൻ്റെ മക്കളെ പോലുള്ളവർ എല്ലാവരും വന്ന് എന്നെ സന്തോഷമായിട്ട് വിളിച്ചിട്ട് ഇത്രയും ചെയ്തു തന്നേന് ഞാൻ നന്ദി പറയുന്നു. അതിനും കയ്യിലങ്ങ് ഒരു മാർക്കും ഇല്ല. എല്ലാവരും പിന്നെ പറയുന്നു, പാലുകാച്ച ഞങ്ങളോട് പറയത്തില്ല എന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പം ചോദിക്കുന്നു എൻ്റെ അടുത്ത്. സന്തോഷം തോന്നി, നന്ദി പറഞ്ഞു. വീടിന്റെ താക്കോൽ ദാനം കഴിഞ്ഞെങ്കിലും താമസമായിട്ടില്ല. വീടിന്റെ പാലുകാച്ചിന് വരണമെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി രാജമ്മ ഞങ്ങളെ യാത്രയാക്കി. അന്തി ഉറങ്ങാൻ സുരക്ഷിതമുള്ള ഒരു വീടുണ്ടെന്ന വിശ്വാസത്തോടെ. ഇരുകാലുകൾക്കും ചലനശേഷിയില്ലാത്ത 10ാം ക്ലാസ് വിദ്യാർത്ഥി ലിജിൻ്റെ വാർത്ത ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ലിജിന് വീൽചെയർ സമ്മാനിച്ചു. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത കരികോൺ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ലിജിനെ പറ്റി ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്ലാസ്സിലെ തന്നെ 2 കൂട്ടുകാരാണ് ലിജിന്റെ ഏതു കാര്യത്തിനും കൂടെ നിന്നിരുന്നത്. ഇതേ തുടർന്നാണ് ലിജിന് ജില്ലാ പഞ്ചായത്തിന്റെ വക വീൽചെയർ സമ്മാനിച്ചത്. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ലിജിനെയും എടുത്തുകൊണ്ട് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടക്കുന്ന കൂട്ടുകാരുടെ വേദനിപ്പിക്കുന്ന കാഴ്ച ഏതൊരാളുടെയും കരളലിയിക്കുന്നതായിരുന്നു. വീൽചെയറിൽ ലിജിനെയും ഇരുത്തി ആഡിറ്റോറിയത്തിൽ ജയമോഹൻ വീൽചെയർ ഉരുട്ടിക്കൊണ്ടുപോയപ്പോൾ വേദിയിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത്. ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനസ്ഥിതി കൂട്ടുകാർക്ക് ഉണ്ടായി എന്ന് പറയുന്നത് അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ്. ഒന്നീ രക്ഷകർത്താവ് കൊണ്ടുവരണം. ഞാൻ ഏതൊരു സ്കൂളിൽ ഇതുപോലെ ചെന്നപ്പോൾ കുളത്തപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി, പെൺകുട്ടിയാണ്, നല്ല റിസൾട്ടുണ്ട്. ആ കുട്ടിയുടെ ദുരിതം മനസ്സിലാക്കി ചന്ദനക്കാവിലെ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ പോകാൻ വഴിയില്ല. അമ്മയാണ് എടുത്തുകൊണ്ട് വരുന്നത്. അമ്മ കശുവണ്ടി ഫാക്ടറിയുടെ മറ്റും പോകുന്നതാണ്. ആ അമ്മയ്ക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ കുട്ടിയെ വളർത്താനും വയ്യ. അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കണം. അപ്പോൾ റോഡും അതോടൊപ്പം +2 വരെ പഠിക്കുന്നതിന് വേണ്ടി ഒരു സ്പോൺസറെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായവും ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുകയും ഇപ്പോൾ 5 A+ഓടുകൂടി ആ കുട്ടി വിജയിക്കുകയും ചെയ്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂളിൽ ചെന്നപ്പോഴാണ് ഒരു കുട്ടി നല്ല മിടുക്കനാണ്, പക്ഷേ എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യ, എടുത്താണ് എഴുതുന്നത്. അവരൊറ്റ ആഗ്രഹമുള്ളൂ, ഇനി സ്കൂളിൽ പോകാൻ പറ്റില്ല. അതിന് മറ്റ് പല തടസ്സങ്ങളുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മാതൃഭൂമി പത്രക്കാരോട് പറഞ്ഞു അവരൊരു കമ്പ്യൂട്ടർ കൊടുത്തു. പഠിപ്പിക്കാൻ ആള് വേണം. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാഫിനെ അക്ഷയ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിൽ വിട്ട് 2 മണിക്കൂർ സൗജന്യമായി പഠിപ്പിച്ച് അയാളെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം പത്രത്തിൽ വന്നത് നിങ്ങൾ കണ്ടതാണ്. ഇവിടെ വന്നപ്പോഴാണ് 10 വർഷമായി. എന്തായാലും ലിജിന് ഇനി കരികോൺ സ്കൂളിന്റെ മുക്കിലും മൂലയിലും പോകാം പരസഹായമില്ലാതെ. പടിഞ്ഞാറ്റിൻകരയിലെ കുരുന്നു ബാലികയുടെ കരളലിയിക്കുന്ന വാർത്ത ഒരിക്കൽ കൂടി. അഞ്ചൽ പടിഞ്ഞാറ്റിൻകര പാലവിളക്കിഴക്കതിൽ വീട്ടിൽ സജിമോൻ ആതിര ദമ്പതികളുടെ മകളാണ് 6 വയസ്സുള്ള ശ്രീലക്ഷ്മി. ചിരിച്ച മുഖത്തോടെ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ടാൽ വൈകല്യമുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ ആരും തന്നെ പറയില്ല. എന്നാൽ പരസഹായമില്ലാതെ നടക്കാനോ കേൾക്കാനോ കഴിയില്ല ശ്രീലക്ഷ്മിക്ക്. കുഞ്ഞായിരുന്ന സമയത്ത് ശബ്ദങ്ങളോട് പ്രതികരിക്കാതെ ആയപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ വൈകല്യം വീട്ടുകാർ തിരിച്ചറിഞ്ഞത്. ജനന സമയം മുതൽ തന്നെ കുട്ടിക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് അച്ഛൻ സജിമോൻ പറഞ്ഞു. ജനിച്ചപ്പം തൊട്ട് നടക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും, അതുപോലെ സംസാരിക്കാനും കേൾക്കാനുള്ള കഴിവ് കിട്ടും. ഒരു നിവൃത്തിയില്ല. പിന്നെ 6 ലക്ഷം രൂപയോളം ചിലവ് വരും. ഈ ഓപ്പറേഷൻ ചെയ്ത് ശരിയാവുകയാണ് ഡോക്ടർമാർ പറഞ്ഞത്. പൂർണ്ണമായും ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്.
അങ്ങനെയല്ല, ഇപ്പോൾ ഈ ഒരു അസുഖത്തിനായിട്ടുള്ള ഈ തുക 6 ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത്. പിന്നെ അല്ലാതുള്ള ചെറിയ ചെറിയ ചിലവുകൾ, യാത്രാക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലവാകുന്നുള്ളൂ. ഇപ്പം നടക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കേൾവി കുറവുണ്ട്, കേൾവി ഒട്ടുമില്ല, പിന്നെ സ്കൂളിലൊന്നും ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ പൂർണ്ണമായി ശരിയാകും. അനന്തപുരം ഡോക്ടറും അമൃതയിലെ ഡോക്ടർമാരും എല്ലാ ഡോക്ടർമാരും ജനറ്റിക്കിൻ്റെ ഡോക്ടർമാർ ഇതണക്ക് തന്നെ പറഞ്ഞത് ചെയ്യണമെന്നാണ്. 5 വയസ്സിന് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. ഇനിയും ഒരു 2 മാസത്തിനുള്ളിൽ ചെയ്താൽ മതിയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഈ അധ്യയന വർഷം 1-ാം ക്ലാസ്സിൽ ചേർത്തെങ്കിലും കൂടെ എപ്പോഴും ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തതിനാൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. മറ്റു കുട്ടികൾ കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും സ്കൂൾ വിട്ടു പോകുന്നത് കാണുമ്പോൾ വൈകല്യമുള്ള തൻ്റെ മകളെ ഓർത്ത് കണ്ടു നിറഞ്ഞു പോകാറുണ്ട് എന്ന് അമ്മ ആതിരയും പറഞ്ഞു. ജനിച്ചപ്പോൾ തൊട്ട് മഞ്ഞ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മുതൽ ഇവർക്ക് സുഖമില്ല. അപ്പോഴും മഞ്ഞ കൂടുതലായപ്പോഴത്തേന് 5 ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് കണക്ക് 30% ഉണ്ട്, ഇത് കണക്ക് അത് മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി SIT കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അതിനുശേഷം പിന്നെ ഇവർക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കേൾവി ഗ്ലാസ്സൊക്കെ ഇട്ട് നോക്കിയ ശബ്ദം കേൾക്കത്തില്ലായിരുന്നു ഒട്ടും. അങ്ങനെ ഞങ്ങൾ SIT കൊണ്ടുപോയപ്പം SIT വന്ന് നിഷി കൊണ്ടുപോയപ്പം പറഞ്ഞ് ഒരുപാട് ടെസ്റ്റുകളും എല്ലാം ചെയ്തതിന് ശേഷം പറഞ്ഞ് 98% ഇവർക്ക് കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. ഹിയറിംഗ് എയ്ഡ് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 5 വയസ്സ് വരെ ഹിയറിംഗ് എയ്ഡ് വെച്ചിരുന്നു. ഇങ്ങനെ ഇപ്പം ഞങ്ങൾ ഇത് കണക്ക് ഒരു ആശുപത്രി കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം നിങ്ങൾക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ, 2 മാസത്തിനകം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്തിട്ടൊരു കാര്യവുമില്ല. നടക്കുകയും സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെങ്കിലേ അവൾ നടക്കത്തുള്ളൂ. ഇവർക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് ആരെങ്കിലും പിടിച്ച് ഒരാൾ സഹായം ഉണ്ടെങ്കിലേ നടക്കുന്നത്. മൂത്രം ഒഴിക്കണമെങ്കിൽ ഒരാൾ കൂടണം. ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഞങ്ങൾ ആരും നോക്കും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് ഓപ്പറേഷനെ നിങ്ങൾ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 98% ചെവി കേൾക്കാത്ത ശ്രീലക്ഷ്മിക്ക് 5 വയസ്സിന് മുൻപ് ക്ലോക്ലിയ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്തിയാൽ നടക്കാനും ചെവി കേൾക്കാനും സാധിക്കുമെന്ന് സാന്ത്വനം ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോൺ പണിക്കർ അറിയിച്ചിരുന്നു. എന്നാൽ പ്രായം കൂടുന്തോറും ശസ്ത്രക്രിയയുടെ വിജയസാധ്യത കുറഞ്ഞിരിക്കും. 8 സെന്റോളം വസ്തു ചികിത്സാ ചിലവിനും മറ്റുമായി ഇതുവരെ വിറ്റിരുന്നു. നിഷ്കളങ്കതയുടെ മുഖത്തോടെ പല ഭാവത്തിൽ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്ത് കാണിച്ചു ശ്രീലക്ഷ്മി, ഞങ്ങൾ പോലും പറയാതെ. ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുഞ്ഞിന്റെ ചിരിക്ക് മുന്നിൽ കരളുരുകി പ്രാർത്ഥിക്കുകയാണ് വീട്ടുകാർ, ചികിത്സയ്ക്കായി ആരെങ്കിലും കനിയുമെന്ന പ്രതീക്ഷയോടെ. പൂർവ്വ ആരോഗ്യമുള്ള മക്കളുടെ കൂടെ ഇരുന്ന് ഈ വാർത്ത കാണുന്ന ഓരോരുത്തർക്കും ഈ കുഞ്ഞിന്റെ വൈകല്യം മാറ്റാൻ സഹായിക്കാൻ കഴിയും. ഇതിനായി SBIയുടെ പനച്ചവിള ബ്രാഞ്ചിൽ നിങ്ങളുടെ ധനസഹായം നൽകാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ 314983643991. കൂലിപ്പണിക്കാരായ ശ്രീലക്ഷ്മിയുടെ മാതാപിതാക്കൾക്ക് നാട്ടുകാർ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ യാത്രയാക്കിയത്. അപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ പടിവാതിലിൽ ശ്രീലക്ഷ്മി ഞങ്ങളോട് യാത്ര പറയുന്നുണ്ടായിരുന്നു. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്.
പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. 20 ലക്ഷത്തോളം രൂപ MLAയും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാത്ത ചില മനുഷ്യരുടെ ആകുലതകൾ കണ്ട് തിരികെത്താം. അഞ്ചൽ തഴമേൽ കുട്ടൻകര ഏല റോഡിനായി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷവുമാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് കലങ്ക് നിർമ്മിക്കേണ്ടതുണ്ട്. കലങ്ക് നിർമ്മിക്കാനായി KSUBയുടെ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ വാർഡ് മെമ്പറും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഗിരിജ തമ്പിയുടെ നേതൃത്വത്തിൽ തുക കെട്ടിവെക്കുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതിരിക്കാൻ ചിലർ ഇടപെട്ട് സ്റ്റേ വാങ്ങി. ഇതിനാൽ റോഡ് പണി ആരംഭിക്കാനാകാത്ത അവസ്ഥയിലുമാണ്. 200ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാകുന്ന റോഡ് നിർമ്മിക്കാനായി തടസ്സങ്ങൾ നീക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി പറഞ്ഞു. ഒരു 5 ലക്ഷം രൂപയോളം നമ്മുടെ ബ്ലോക്കിൽ നിന്നും ഒരു കലങ്ങിന് വേണ്ടി അനുവദിച്ചതാണ്. 2 വർഷത്തിന് മുമ്പ് ഈ റോഡ് ഈ നാട്ടുകാരും ഞങ്ങളും എല്ലാം കൂടെ ശ്രമഫലമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇതിവിടെ വെട്ടിയത്. ഇപ്പോൾ ഈ കലങ്ങില്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു വണ്ടി പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. നമുക്കിപ്പോൾ 5 ലക്ഷം രൂപ ബ്ലോക്കിൽ നിന്ന് അനുവദിച്ചിട്ട് അത് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കുകയും പോസ്റ്റ് മാറ്റിയിടുന്ന ഒരു പദ്ധതി വന്നു. അപ്പോൾ പോസ്റ്റ് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് 6 മീറ്ററിൽ ഒരു കലം കൂടെ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് എഞ്ചിനീയറെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ പഞ്ചായത്തിൽ പൈസ അടയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ പൈസ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് പൈസ അടച്ചപ്പോൾ അവർ പൈസ അടയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ വാങ്ങിച്ചില്ല, എന്തോ പരാതിയാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. രണ്ടാമത് ഇന്നത്തെ ദിവസം നമ്മൾ പൈസ കൊണ്ടുവന്ന് അടയ്ക്കുകയും ചെയ്തു. അടച്ച് രസീത് വാങ്ങിച്ചതിന് ശേഷം ഏതോ ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ അത് തിരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് തിരിച്ച് കൊടുക്കുകയും ചെയ്തു. കുട്ടൻകര ഏല റോഡ് യാഥാർത്ഥ്യമായാൽ ഇവിടുത്തെ 200ഓളം കുടുംബങ്ങൾക്കാണ് പ്രയോജനം ചെയ്യുക. റോഡ് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ സമരരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മൾക്ക് കുഞ്ഞു കുട്ടി സാധ്യത ഉള്ളത് പാതിരാത്രിക്കും വെളുപ്പങ്ങാലത്തൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് എങ്ങനെ പോകും? ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ റോഡ് ഇവിടെ കൊണ്ടുവരുത്തിയതാ. അന്നേരം ഇപ്പം ഇങ്ങനെ പണക്കാർക്ക് മാത്രമേ ജീവിച്ചാൽ മതിയോ? പാവങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെട്ട എല്ലാം നേരം വെളുത്തിറങ്ങിപ്പോവും. ഈ സൈസ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ പെങ്കൊച്ചുങ്ങളെങ്ങനെ പോകും? വണ്ടി വരാനോ എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. നിലവിൽ 1 വർഷമായി ഇപ്പം നിലവിൽ റോഡ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് റോഡ് വന്നു, ഒന്ന് പേരേ ഉള്ളൂ. ഞങ്ങൾ കുഞ്ഞുങ്ങൾ 2 എൻ്റെ അനിയനും ചത്തുപോയി. അപ്പോൾ ഈ റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ റോഡ് വന്ന ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഇത് കുഞ്ഞുങ്ങളെ പോലും കൊണ്ടുപോകാനൊക്കാതിരിക്കുകയാണ്. അതിന് തീരുമാനം ഉണ്ടാവണം. എല്ലാവരും പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നത് തന്നേ തരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് മറിച്ച് ഞങ്ങൾ ഒന്നീ മണ്ണിടുവോ അല്ലെങ്കിൽ കല്ലിടുവോ ചെയ്യും. അതിന് ഇനി ആര് തടഞ്ഞിരുന്നാൽ ഞങ്ങൾ ചെയ്യും. വരുന്നവൻ്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുകയും ചെയ്യും. KSUB അധികൃതർ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. മുന്നേ ഞങ്ങളുടെ മെമ്പർ കൊണ്ടുവന്ന് കാശ് അവിടെ അടയ്ക്കാൻ കൊണ്ടുവന്നപ്പം പറ്റത്തില്ലെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഇവിടെ വരികയും ഇലിസിറ്റി ഓഫീസിൽ നിന്ന് അനു സബ് എഞ്ചിനീയരെല്ലാം വന്ന് ഈ പോസ്റ്റ് നോക്കി മാറ്റാമെന്നെല്ലാം നോക്കിയിട്ട് പോവുകയും ഈ അപ്പുറത്തെ വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ ചെല്ലി അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ് ഇത് മാറ്റാൻ പറ്റത്തില്ല, എന്തുണ്ട് കാര്യമെന്ന് നമ്മൾ ചോദിച്ചു. PWD റോഡിൽ കിടക്കുന്ന പോസ്റ്റ് മാറ്റാൻ സർക്കാരിന് പറ്റത്തില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ അയ്യത്താണെങ്കിൽ ശരിയാണ്. ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളായിട്ട് ഇതിലൊരു വാഹനത്തിന് പോകാനായിട്ട് ഈ പോസ്റ്റ് മാറ്റി ഇവിടെ കലങ്ങും തരാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ പണക്കാരൻ്റെ ഏർപ്പാട്. ഇതാ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറത്ത് പറഞ്ഞ് ഞങ്ങൾ ഇതൊരു കലങ്ങ് ഉണ്ടാക്കി തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിത്യവും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പഞ്ചായത്ത് ബാക്കിൽ ഞങ്ങൾ ധാരണ ഈ കുടുംബത്തോടെ മൊത്തം അവിടെ കിടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തി സമീപത്തായി വയൽ നികത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതിനാലാണ് 200ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന റോഡ് നിർമ്മാണം തടയാൻ ചിലർ ശ്രമം നടത്തുന്നതെന്നും ആരോപണമുണ്ട്. ചടയമംഗലം ജഡായു പാറയുടെ വിശേഷങ്ങളാകട്ടെ ഇനി വീക്കെൻഡിൽ. ചടയമംഗലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളും ആദ്യം ഓർക്കുന്നത് ജഡായുപാറയെക്കുറിച്ചാണ്. കാരണം ജഡായുപാറയ്ക്ക് ഒരു വലിയ ഐതിഹ്യം തന്നെയുണ്ട്. പുരാണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജഡായുവിൻ്റെ ചിറകറ്റ് വീണതും ചുണ്ടുരഞ്ഞതും ഇവിടെയാണ് എന്നാണ് വിശ്വാസം. മാത്രമല്ല ശ്രീരാമൻ്റെ കാൽപ്പാടുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും.
ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുമായി രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ജഡായുവിന്റെ ശില്പത്തിന്റെ പണി പുരോഗമിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകളും മൂടൽമഞ്ഞുമൊക്കെ കൂടി കാഴ്ചകളുടെ ദൃശ്യവിസ്മയം തന്നെ തീർക്കുകയാണ്. ടൂറിസം സാധ്യതകൾ ശക്തിയാകുന്നതോടുകൂടി ഹെലിപാഡും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പണി പൂർത്തിയായി കഴിയുമ്പോൾ റോപ്പ് വേ സംവിധാനവും ട്രക്കിംഗ്, റോപ്പ് ക്ലൈംബിംഗ് തുടങ്ങി നിരവധി ടൂറിസം പാക്കേജുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ശില്പത്തിനുള്ളിലായി ഒരു മിനി തിയേറ്റർ, റെസ്റ്റോറന്റ്, നിരവധി ചുവർചിത്രങ്ങൾ എന്നിവയും ഉണ്ടാകും. തെക്കൻ കേരളത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ജഡായുപ്പാറയിൽ നിന്നാൽ കാണാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. രാമായണ കഥയുമായി ബന്ധമുള്ളതിനാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്താനിടയുണ്ട്. ചടയമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഒരു നാഴികക്കല്ലാകാൻ ശില്പനിർമ്മാണം പൂർത്തിയാകുന്നതോടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തടിക്കാട് കൊമ്പേറ്റിമല റോഡിന്റെ ദുരവസ്ഥ പോയ വാരം ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു. തടിക്കാട് പുളിമുക്കിൽ നിന്നും കൊമ്പേറ്റിമല കോളനിയിലേക്ക് പോകുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. ഇവിടെ ടാറിംഗ് പോലും ചെയ്യാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. മൺറോഡിൽ മഴവെള്ളം വീണ് കുഴി രൂപപ്പെട്ട സ്ഥിതിയാണ്. ഇതുവഴി കടന്നു പോകുമ്പോൾ വാഹനം തന്നെ പലരും മറിഞ്ഞു വീണിട്ടുമുണ്ട്. കാൽനട യാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം ധരിക്കുന്നതും പതിവാണ്. തനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് എന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു. ആയ കാലം മുതലേ ഈ റോഡ് ഇങ്ങനെ നടക്കുക. പാർട്ടിക്കാർ ഓരോരുത്തന്മാർ കാശ് വാങ്ങിച്ച് തിന്നുന്നതല്ല, ഇന്ന് പണിയുന്നത് നാളെ പണി. അപ്പുറത്ത് കുറേ മെറ്റിൽ ഇറക്കിയിട്ടേക്കുന്നു. 5 വട്ടാണ്ട് അളക്കാൻ പോയെന്ന് പറയുന്നത് കേട്ട്. ഇനി ഇത് എന്നാ ചെയ്യുന്നത്? ഇതൊരു ശാപം കിട്ടിയ റോഡാടെ. ഇത്രയൊക്കെ നമുക്ക് പറയാൻ നോക്കൂ. എൻ്റെ ഓർമ്മ ആയ കാലം മുതലുള്ള ഇത് എങ്ങോട്ട് പോകുന്ന വഴിയാണ്? ഈ കൊമ്പേറ്റുമല്ല, ഈ റോഡ് നല്ലോണം പണിയുകയാണെങ്കിലുണ്ടല്ലോ എത്ര ആൾക്കാർക്ക് രക്ഷപ്പെടാമെന്ന് അറിയാമോ? ഇത് ബൈക്കിൽ പോകുന്ന റോഡാ. പരാതിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പരാതികളല്ലേ ഉള്ളൂ. ഇതെല്ലാം അതുകൊണ്ടാ വണ്ടികളൊക്കെ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല, ആട്ടോ ഒന്നും പോകുന്നില്ല. അങ്ങോട്ട് പോയി ഒന്ന് നോക്കണം, മൊത്തം കുഴിയാ. 1 മണിക്കൂർ വേണം 1 മീറ്റർ പോയിട്ട് വരാൻ. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ റോഡ് നന്നാക്കുമെന്ന മോഹന വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയക്കാരെത്തുന്നതല്ലാതെ ഇതുവരെയും ഫലമുണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികളും ആരോപിക്കുന്നു. പ്രദേശവാസികൾക്ക് എന്നും ദുരിതം മാത്രം സമ്മാനിച്ച കൊമ്പേറ്റിമല കോളനി റോഡിന് വേണ്ടി നിരവധി പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാലമാകിയാൽ ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരില്ല എന്നും നാട്ടുകാർ പറയുന്നു. കോളനി നിവാസികളോട് അധികൃതർ കാണിക്കുന്ന അവഹേളനം തന്നെയാണ് ഇതുവഴി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരിക്കുന്നത് ഏത് പാർട്ടിയായാലും മെച്ചപ്പെട്ട ഒരു റോഡ് ഞങ്ങൾക്ക് കിട്ടണമെന്ന ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് നാട്ടുകാർ. പാഠപുസ്തക സമരത്തെ തുടർന്ന് SFI പ്രവർത്തകർ തെരുവിലിറങ്ങി. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലവും കത്തിച്ചു. അധ്യയന വർഷം തുടങ്ങിയിട്ടും പാഠപുസ്തക വിതരണത്തിലുണ്ടാകുന്ന കാലതാമസത്തിൽ പ്രതിഷേധിച്ച് SFI കേരളമൊട്ടാകെ ഇന്ന് സമരം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി SFI ചടയമംഗലം ജംഗ്ഷനിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ കോലം കത്തിച്ചു. ചടയമംഗലം ജംഗ്ഷനിൽ നിരവധി പ്രവർത്തകരുമായി എത്തിയ സമരക്കാർ അബ്ദുറബിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. തുടർന്ന് നടുറോഡിൽ അബ്ദുറബിന്റെ കോലത്തിൽ ചെരുപ്പ് കൊണ്ട് ആഞ്ഞടിക്കുകയും കോലം കത്തിക്കുകയും ചെയ്തു. SFI ഏരിയ സെക്രട്ടറി സനൽ, SFI ജോയിന്റ് സെക്രട്ടറി വിഷ്ണു, അമൃത്, ജയഘോഷ്, രാഹുൽ തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ്,
മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. കിഴക്കൻ മേഖലയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പ്രകൃതി ഭംഗി കവിഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ADV ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഐലറയിൽ നിന്നും ആർച്ചലിലേക്ക് പോകുന്ന വഴിക്കാണ് ആർച്ചൽ ഓലിയരിവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം ദൂരെ റോഡിലൂടെ പോകുമ്പോൾ പോലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ചെറിയ തോടുപോലെ ഒഴുകി വന്ന് അല്പം രൗദ്രഭാവത്തോടെ പാറക്കഷ്ണങ്ങളിൽ തട്ടിത്തലോടി വെള്ളം താഴേക്ക് പതിക്കുന്ന കാഴ്ച ദൃശ്യഭംഗിയുടെ വിസ്മയം തന്നെ സൃഷ്ടിക്കുകയാണ്. കുത്തൊഴുക്കിൽ താഴേക്ക് പതിക്കുന്ന ജലഗണങ്ങളിൽ മഴവില്ലിന്റെ വർണ്ണം ചാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാറ്റം ഓലിയരിവ് വെള്ളച്ചാട്ടത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു. വെള്ളത്തിന്റെ ശക്തിയാൽ രൂപമാറ്റം വന്ന പാറക്കഷ്ണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. വഴുവഴുത്ത പാറകളിൽ ചവിട്ടി തെന്നി വീഴാതെ നടക്കുന്നത് അല്പം ശ്രമകരമായ പണിയാണ്. കല്യാണ വീഡിയോകൾക്കും ഏറെ ഉതകുന്ന ഒരു ലൊക്കേഷൻ കൂടിയായി ഇവിടെ മാറിക്കഴിഞ്ഞു. ക്യാമറ കണ്ണുകൾക്ക് കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കാൻ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് ഈ വെള്ളച്ചാട്ടം. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത്. നട്ടുച്ചയ്ക്ക് പോലും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഇവിടുത്തെ കാലാവസ്ഥ ഏതൊരു സഞ്ചാരിക്കും ഒരു കുളിർമയുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട്. കുത്തനെ കിടക്കുന്ന പാറകളിലൂടെ ജലഗണങ്ങൾ ഓടിമറയുമ്പോൾ ഒഴുകുന്ന ജലത്തിലൊന്നും ഇറങ്ങാൻ കൊതിക്കാത്ത ആരും ഉണ്ടാകില്ല. ചടയമംഗലത്ത് മാലിന്യപ്രശ്നം അധികാരികൾക്ക് ബാലികേറാമലയാകുമ്പോൾ നട്ടം തിരിയുന്നത് പൊതുജനമാണ്. ചടയമംഗലം മാർക്കറ്റിൽ രൂക്ഷമായ മാലിന്യ പ്രശ്നം മൂലം ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ. നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന് സമീപമാണ് ഈ പ്രശ്നം മൂലം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്കും അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. വീട്ടിനുള്ളിൽ പോലും സ്വസ്ഥമായിരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ദുർഗന്ധം മൂലം ബന്ധുക്കൾ പോലും വീട്ടിൽ എത്താറില്ല എന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. പിള്ളേർക്ക് പോലും മുറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത സ്ഥിതി, എല്ലാം പെരയ്ക്കകത്ത് അടച്ചിരിക്കുന്ന പിള്ളേർക്ക് ആഹാരം കഴിക്കാനായാലും ഒന്നും പറ്റുന്നില്ല. ഇവിടെ ട്യൂഷനൊക്കെ പിള്ളേർ വരുന്നുണ്ട്, അവരാർക്കും പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യ. എല്ലാം ഭയങ്കര പാടാണ്. പഞ്ചായത്ത് ഒരുപാട് പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്താൽ ഇതുവരെ ആരും ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ജസ്റ്റ് വന്നാൽ തന്നെ ചോദിക്കും, ഇപ്പോൾ നിങ്ങളിത് ഇവിടെ എങ്ങനെ താമസിക്കുന്നത്, ഇവിടെ എങ്ങനെ ഈ സ്മെല്ല് സഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പോലും വയ്യല്ലേ എന്ന്. പരാതികൾ അവിടെ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആരും നോക്കിയതായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. മാർക്കറ്റിന് പിറകുവശത്തായിട്ടാണ് ഇറച്ചി വേസ്റ്റ് നിക്ഷേപം വർദ്ധിക്കുന്നത്. മൂക്കുപൊത്തിയാണ് ADV ന്യൂസ് സംഘം മാർക്കറ്റിന് പിറകിൽ പ്രവേശിച്ചത്. അസഹനീയമായ ദുർഗന്ധം മാത്രമല്ല, പുഴുവരിച്ച നിലയിലുമാണ്. ഇതുമൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. മലിനജലം ഒഴുകിപ്പോകാനുള്ള ഓട പോലും പുഴുക്കൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം മാർക്കറ്റിലെ അരിക്കച്ചവടക്കാരനായ ഒരു വ്യാപാരി തന്റെ ദയനീയ സ്ഥിതി ADV ന്യൂസിനോട് പങ്കുവച്ചു. എൻ്റെ ബ്ലഡ് എല്ലാം കൊണ്ടൊഴിച്ച് ബ്ലോക്കായി കിടക്കുകയാണ്. ഈ ഭിത്തിയെല്ലാം നനഞ്ഞ് ഈർപ്പം പിടിച്ച്, ഞങ്ങളൊക്കെ ഇങ്ങനെ ടാർപ്പ് വെച്ച് കെട്ടിയിരിക്കണം, എന്നാലും ഈർപ്പം പിടിക്കും. എത്ര പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് വലിയ പ്രയോജനമൊന്നുമില്ല. സഹിക്കുകയല്ല, എന്തിനാ ചെയ്യുന്നത്? സാധനം കൊണ്ട് ഇന്നിപ്പോൾ ലോഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കരിയിപ്പോട്ട് മാറ്റിയുള്ളൂ, അതിൻ്റെ അടിപ്പോ എല്ലാം കേടായിപ്പോയി. കാര്യം ഈ ഭിത്തിന്ന് ഈ വെള്ളം ഒഴിപ്പോള്ള സ്ഥലമില്ല, ബ്ലോക്കായി കിടക്കുകയാണ്. അത് ബ്ലഡും മറ്റും കാര്യമെല്ലാം കൊണ്ടൊഴിച്ച് കുറേ അപ്പുറ സൈഡിൽ കുറേ മണ്ണും കൂടെ കൊണ്ടിട്ടുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. ഏതാ ബ്ലഡ് ഇപ്പോൾ ഇറച്ചി കടയുന്നില്ലേ വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ലല്ലേ? അല്ല പുറത്തില്ല, ഇവിടെ വെച്ച് ഉള്ളവർ വേറെ പുറത്തൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് പറയാറല്ലേ ഉള്ളൂ, അത് ഒന്നും നടപടിയൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ പ്ലാൻ ഉണ്ടായിരുന്നു, പ്ലാൻ കേടായി കിടക്കുക, അതൊക്കെ പോയി, അതൊക്കെ കേടായി കിടക്കുക. അവരതിനകത്ത് എന്തൊന്നും അറിയത്തില്ല. പരാതി പോയിപ്പം മുമ്പിലായിരുന്നു ഈ ഇതിൻ്റെ മീൻ കച്ചവടം ഉണ്ടായിരുന്നു, അതിപ്പോൾ അകത്തോട്ട് മാറ്റി അങ്ങനെ കുറച്ച് അസൗകര്യം മാറി കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. എന്താ ചെയ്യുന്നത്, നമ്മളൊക്കെ സഹിക്കുക. ഇതൊക്കെ ദിനം പ്രതി നിരവധി ആളുകൾ വന്നു പോകുന്ന മാർക്കറ്റിന്റെ ദയനീയ സ്ഥിതിയെപ്പറ്റി പറയാൻ രാഷ്ട്രീയ ഭയം മൂലം പലരും പറയാൻ മടിച്ചു. മാർക്കറ്റിലെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. ഈ പ്രശ്നത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ചില വ്യാപാരികളുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ അധികൃതർ മൗനം പാലിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. വാരം തീർന്നാലും വാർത്തകൾ തീരുന്നില്ല. വീക്കെൻഡുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.